പ്രധാനമന്ത്രി അവഹേളിച്ച സംഭവത്തിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി അറസ്റ്റിലായിരിക്കുന്നു. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. കോഴിക്കോട് സൈബർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. അനഘ ഹർഷൻ ചേരും കൂടുതൽ വിവരങ്ങൾ നൽകുവാനായി. അനഘ, എത്ര മണിയോടെയാണ് അറസ്റ്റ് ചെയ്തത്? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരം? ആര്യശ്രീ, അല്പം മുമ്പാണ് ഈ അറസ്റ്റ് നടക്കുന്നത്. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഈ ജാൻമണിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും അവഹേളിക്കുന്ന രീതിയിൽ, അപമാനിക്കുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത്. ഇതിനെതിരെ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. BJP പ്രവർത്തകരുടെ നേതൃത്വത്തിലും കോഴിക്കോട്ടെ അതുപോലെ തന്നെ കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലും പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മഹിളാ മോർച്ച അധ്യക്ഷ നവ്യ ഹരിദാസ് നൽകിയ പരാതി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകുകയും ചെയ്തിരുന്നു. ഈ സിറ്റി പോലീസ് കമ്മീഷണറാണ് സൈബർ പോലീസിന് ഈ പരാതി കൈമാറിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ സൈബർ സ്റ്റേഷനിൽ ഹാജരാവാൻ ജാൻമണിയോട് പറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഭാഗമായാണ് അല്പസമയം മുമ്പ് ജാൻമണി സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാൻ പറ്റുന്ന വകുപ്പുകളാണ് ജാൻമണിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ നവ്യ ഹരിദാസ് അടക്കം നേരത്തെയൊക്കെ പറഞ്ഞിരുന്നത്. ഈ ജാൻമണി നിരന്തരം മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ജാൻമണി നിരന്തരം തങ്ങളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ ഇത്തരത്തിൽ BJPക്കെതിരെയും അതുപോലെ തന്നെ നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രിക്കെതിരെയും വലിയ രീതിയിലുള്ള ഈ അവഹേളിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ നേരത്തെയും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ രീതിയിൽ BJPയുടെ ഭാഗത്ത് നിന്നടക്കം വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ജാൻമണിയെ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കോഴിക്കോട്ടെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലും ജാൻമണിക്കെതിരെ പരാതികൾ മഹിളാ മോർച്ച പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് നൽകിയിട്ടുണ്ട്. ഈ പരാതികൾക്ക് മേൽ നവ്യ ഹരിദാസ് നമ്മോടൊപ്പം ഉണ്ട്. നമസ്തേ. എന്തായാലും അവസാനം അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു? ഇന്ന് കോഴിക്കോട് സൈബർ പോലീസ് സ്റ്റേഷനിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഒരു വ്യക്തിക്ക് എതിരെയുള്ള ഒരു നിയമ പോരാട്ടമല്ല ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉന്നയിക്കുന്ന ഒരു സമൂഹത്തോടാണ്. ഇന്ന് ഒരു വ്യക്തി എന്നതിലുപരിയായിട്ട് പല ആളുകളും ഈ തരത്തിൽ വിമർശനാത്മകപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രധാന സേവകനെതിരെ നടത്തുമ്പോൾ അത് നമ്മുടെ നാടിന്റെ ഭാവിക്ക് ശോഭനീയമല്ല. അതുകൊണ്ടാണ് കേസും ആയിട്ട് മുൻപോട്ട് പോയിട്ടുള്ളത്. ഇത് ഞങ്ങള് പരാതി കൊടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞു. ഇതിനോടകം തന്നെ സൈബർ പോലീസിൽ ഞങ്ങൾ അന്വേഷിച്ചിരുന്നു കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് അറസ്റ്റ് വൈകുന്നത് എന്നുള്ള കാര്യത്തിൽ. അപ്പം ജാൻമണി നാട്ടിലില്ലാതിരുന്ന സംഭവം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സ്റ്റേഷനിൽ നിന്നും അറിഞ്ഞിട്ടുള്ളത്. എന്തായാലും 22-ാം തീയതിക്കുള്ളിലായിട്ട് തീർച്ചയായിട്ടും അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന കാര്യം കൂടെ സൈബർ പോലീസ് അറിയിച്ചിരുന്നു. ശരി, എന്തായാലും നടപടി വിജയം കണ്ടു എന്ന് തന്നെ അഭിമാനിക്കാം അല്ലേ നവ്യ? അല്ല, 190 പരാതികളാണ് ഈ കേരള സംസ്ഥാന നിരവധി സ്റ്റേഷനുകളിലായിട്ട് മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു വ്യക്തിയുടെ വിജയമല്ല, മഹിളാ മോർച്ചയുടെ കൂട്ടായിട്ടുള്ള പരിശ്രമത്തിന്റെ വിജയമായിട്ട് ഞങ്ങൾ ഇതിനെ കാണുകയാണ്. ശരി, നന്ദി. തീർച്ചയായും നന്ദി പ്രതികരിച്ചതിന്. നവ്യ ഹരിദാസ് ആയിരുന്നു ഇപ്പോൾ നമ്മോടൊപ്പം പ്രതികരിച്ചത്. അനഘയിലേക്ക് തന്നെ പോവുകയാണ്. അനഘ, എന്തായാലും നവ്യ കൂടി സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി പരാതികൾ പോലീസ് സ്റ്റേഷനുകളിൽ എത്തിയ ശേഷം വളരെ വൈകിയാണ് ഇത്തരത്തിലൊരു നടപടി എടുത്തത് എന്നുള്ള വിമർശനം കൂടെയാണ് നവ്യ ഈ സമയത്ത് നമ്മോടൊപ്പം ഉന്നയിക്കുന്നത്. അതായത് ആര്യശ്രീ, ഈ കോഴിക്കോട് തന്നെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ മഹിളാ മോർച്ച പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ജാൻമണിക്കെതിരെ പരാതി നൽകിയിരുന്നു. ഈ പരാതികളൊക്കെ നൽകുകയും അതിന് തുടർച്ച എന്തുകൊണ്ട് ജാൻമണിയുടെ അറസ്റ്റ് വൈകുന്നു എന്ന കാര്യത്തിൽ നിരന്തരം ഈ പോലീസ് സ്റ്റേഷനിലെത്തി ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത്തരത്തിൽ ജാൻമണിയോട് പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരാകാൻ പറഞ്ഞതും ഈ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. സ്റ്റേഷൻ ജാമ്യത്തിൽ ജാൻമണിയെ വിട്ടയക്കും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാലും കൃത്യമായിട്ടുള്ള പ്രതികരണം തന്നെയാണ് ഈ നവ്യ ഹരിദാസ് നടത്തിയിരിക്കുന്നത്. അതായത് കൃത്യമായി അത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലൊരു അവഹേളനം ഈ ജാൻമണിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു ഘട്ടത്തിലല്ല ഉണ്ടായിട്ടുള്ളത്, പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്നൊന്നും പരാതി കൊടുക്കാത്തതിൻ്റെ പേരിലായിരുന്നു, പരാതി ആരും കൊടുത്തിരുന്നില്ല, അല്ലെങ്കിൽ കൊടുത്ത പരാതിക്ക് മേൽ വലിയ നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഘട്ടത്തിലേക്ക് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. പോലീസ് മറ്റ് കേസുകളിലൊക്കെ വലിയ രീതിയിലുള്ള നടപടികൾ എടുക്കുന്നു, അതിവേഗം നിലപാടുകൾ എടുക്കുന്നു, അതിവേഗം അറസ്റ്റ് ഉണ്ടാകുന്നു. പക്ഷേ ഇത്തരം കൊടുക്കുന്ന കേസുകളിലൊക്കെ പോലീസിൻ്റെ ഒരു നിഷ്ക്രിയത്വം ഉണ്ടാകുന്നു എന്നുള്ള
അതിരൂക്ഷ വിമർശനം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പോലീസ്, ഈ സൈബർ പോലീസ് ഈ ജാൻമണിയെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ജാൻമണിയെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ സൈബർ പോലീസ് സ്റ്റേഷനിൽ ജാൻമണി ഉണ്ട്. ഈ ജാൻമണിയുടെ ചോദ്യം ചെയ്യൽ, പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യലൊക്കെ തുടരുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം ജാൻമണിയെ മെഡിക്കൽ എടുക്കുന്നതിന് കൊണ്ടുപോകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ കോഴിക്കോട് സൈബർ പോലീസ് സ്റ്റേഷനിലാണ്. ഈ സൈബർ പോലീസ് സ്റ്റേഷനിലാണ് ജാൻമണി ഉള്ളത്. ജാൻമണിയെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. തീർച്ചയായും അനഘ, ഇതിൽ ചോദിച്ചു വെക്കേണ്ട ഒരു കാര്യം, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെയാണ് അവഹേളിച്ചത്. അതും ഇത്തരത്തിലൊരു പബ്ലിക്കായിട്ട് വന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇത്ര മോശമായ രീതിയിൽ പ്രധാനമന്ത്രിയെ അവഹേളിച്ച ഒരു സംഭവത്തിൽ ഇത്രയധികം വൈകി തീരുമാനമെടുക്കുക, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന്, പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുക എന്ന് പറയുന്നത് ഏറെ വിമർശനങ്ങൾ ഈ സമയത്ത് ഉന്നയിക്കേണ്ടതാണ്. കാരണം വളരെ വൈകിയാണ് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്, ഇപ്പോൾ അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത്. അങ്ങനെയും മനസ്സിലാക്കണ്ടേ? തീർച്ചയായും. അതായത് അതിവേഗം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ലഭിക്കുന്നു. അതായത് ഒരു പോലീസ് സ്റ്റേഷനിലല്ല പരാതി ലഭിക്കുന്നത്, കോഴിക്കോട് തന്നെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി ലഭിക്കുന്നു. കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഈ വീഡിയോ സഹിതം, ഈ വീഡിയോ ഡിജിറ്റൽ തെളിവുകളടക്കം ഹാജരാക്കിക്കൊണ്ടാണ് വിവിധ ഇടങ്ങളിൽ BJPയുടെയും മഹിളാ മോർച്ചയുടെയും യുവമോർച്ചയുടെയും ഒക്കെ നേതൃത്വത്തിൽ പരാതി കൊടുക്കുന്നത്. ഈ പരാതി കൊടുക്കുക മാത്രമല്ല, എന്തുകൊണ്ട് ഈ പരാതിക്ക് മേൽ കൃത്യമായ ഡിജിറ്റൽ തെളിവുകൾ നൽകിയിട്ടും എന്തുകൊണ്ട് ഉടനടി ഒരു ആക്ഷൻ എടുക്കുന്നില്ല പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്നുള്ളൊരു ചോദ്യം നിരന്തരം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധം, ശക്തമായ സമ്മർദ്ദം BJPയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഈ കേസിൽ ഇനി ഏറ്റവും നിർണായകം, ഈ ജാൻമണിയെ ഇത്രയധികം ഈ കലാപാഹ്വാനം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് പോലീസ്. പക്ഷെ അങ്ങനെയെങ്കിൽ പോലും ഈ സ്റ്റേഷൻ ജാമ്യത്തിൽ ഈ ജാൻമണിയെ വിട്ടയക്കുകയാണെങ്കിൽ ഏത് രീതിയിലാണ് പോലീസ് ഈ കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതിന് കൂടി അതൊരു ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യത്തിലേക്ക് കൂടി പോവുകയും ചെയ്യും.